ഷുഹൈബ് വധക്കേസിലെ പ്രതികളുടെ ജാമ്യമെല്ലാം റദ്ദാക്കിയിരിക്കുന്നു. കൊല്ലാനും കൊല്ലിക്കാനും മറ്റാരുണ്ട് CPM അല്ലാതെ എന്ന് എല്ലാവർക്കും അറിയാം. കൊലപാതകികൾക്ക് കിട്ടുന്ന പരിരക്ഷയും സഹായവും എല്ലാം ക്രിമിനലുകളെ തളച്ചു വളരാൻ സഹായിച്ചപ്പോൾ അവർ ജയിലിൽ വരെ മയക്കുമരുന്ന് കച്ചവടവും സ്വർണ്ണക്കള്ളക്കടത്തും നിയന്ത്രിച്ചത് നമ്മൾ കണ്ടു. ഇതെല്ലാം CPM ക്രിമിനലാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇനി അത് നടക്കില്ല. ഭരണം മാറി എന്നുള്ളത് പുതിയ UDF സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇതാ സുഹൈബ് എന്ന പാവം ചെറുപ്പക്കാരനെ, നാട്ടുകാരുടെ പ്രതീക്ഷയായിരുന്ന ഒരു ചെറുപ്പക്കാരനെ 40 വെട്ടുകൾ വെട്ടി നുറുക്കി തുണ്ടം തുണ്ടമാക്കിയ ക്രിമിനലുകൾ ഇത്രയും കാലം കഴിഞ്ഞത് വലിയ ആഘോഷത്തോടെയും അഴിഞ്ഞാട്ടത്തോടെയുമായിരുന്നു. എന്നാൽ ഇനി ആ ക്രിമിനലുകളുടെ എല്ലാ തോന്നിയാസങ്ങളും ഇതോടെ അവസാനിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ഷുഹൈബ് വധക്കേസിൽ CPMന് വേണ്ടി കൊലപാതകത്തിന് നേതൃത്വം നൽകിയ കൊടും ക്രിമിനലായ ആകാശ് തില്ലങ്കേരി അടക്കം മുഴുവൻ പ്രതികളുടെയും ജാമ്യം തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി റദ്ദാക്കി. സർക്കാർ മാറിയതോടെ പ്രോസിക്യൂഷൻ വളരെ ക്രിയാത്മകമായി മാറുകയും ആ പ്രോസിക്യൂഷൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് പ്രതികളുടെ ജാമ്യം റദ്ദാക്കുകയും ചെയ്തിരിക്കുന്നു. CPM പ്രവർത്തകരായ 17 പേരാണ് ഈ കേസിലെ പ്രതികൾ. 2018 ഫെബ്രുവരി 12 രാത്രി ഒരു ചായക്കടയിൽ സുഹൃത്തുക്കളോടൊപ്പം ഇരിക്കുമ്പോഴാണ് ഷുഹൈബ് എന്ന ചെറുപ്പക്കാരനെ CPMൻ്റെ ക്രിമിനലുകൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. കൊല്ലപ്പെട്ട ഷുഹൈബിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളായ റിയാസ്, അതുപോലെ നൌഷാദ്, ഇസ്മായിൽ മൊയ്തീൻ എന്നിവർക്കും പരിക്കേറ്റിരുന്നു. 3 തവണ ബോംബെറിഞ്ഞാണ് ആ ആക്രമണം നടത്തിയത്. ഈ അക്രമത്തിന് നേതൃത്വം നൽകിയത് തില്ലങ്കേരി ലക്ഷ്മി നിലയത്തിൽ MV ആകാശ് എന്ന ആകാശ് തില്ലങ്കേരിയാണ്, കൊടും ക്രിമിനൽ. കേസിൻ്റെ വിചാരണ നടപടികൾ ഈ മാസം 18 മുതൽ കോടതിയിൽ ആരംഭിച്ചിരുന്നു. ഇതിൻ്റെ ആദ്യഘട്ടമായി അക്രമത്തിൽ പരിക്കേറ്റവരും ഷുഹൈബിൻ്റെ സുഹൃത്തുക്കളുമായ 2 പ്രധാന സാക്ഷികളുടെ വിസ്താരമാണ് കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അത് പൂർത്തിയായി. സാക്ഷി വിസ്താരം പൂർത്തിയായതിന് പിന്നാലെ വിചാരണ നടപടികൾ നിലവിലെ കോടതിയിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ ഒരു കത്ത് നൽകിയിരുന്നു. പ്രതിഭാഗത്തിൻ്റെ ഈ കോടതി മാറ്റത്തിനുള്ള നീക്കത്തെ തുടർന്നാണ് പ്രോസിക്യൂഷൻ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യവുമായി കോടതിയെ സമീപിച്ചത്. മുൻപ് ഇതേ കോടതി തന്നെയാണ് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചിരുന്നത് എങ്കിലും നിലവിലെ സാഹചര്യങ്ങൾ പരിഗണിച്ച് ജഡ്ജി ജാമ്യം റദ്ദാക്കുകയായിരുന്നു. അപ്പോൾ തന്നെ എല്ലാവർക്കും വ്യക്തമാകുകയാണ് പ്രോസിക്യൂഷൻ ആരുടെ കൂടെ നിൽക്കുമ്പോഴാണ്, അല്ലെങ്കിൽ എന്ത് നിലപാടുകൾ സ്വീകരിക്കുമ്പോഴാണ് ക്രിമിനലുകൾ ജാമ്യം ലഭിച്ച് രക്ഷപ്പെടുന്നത് എന്നുള്ള കാര്യം. ഇനി കോടതിക്കകത്തും പുറത്തും എല്ലാ സുരക്ഷയും സഹായവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ഉറപ്പാക്കുന്നതോടെ കോടതിയിലും അതിൻ്റെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ക്രിമിനലുകളുടെ സ്വതന്ത്ര വിഹാരത്തിന് സർക്കാർ നൽകുന്ന പിന്തുണയാണ് പിണറായി കാലഘട്ടത്ത് ക്രിമിനലുകൾ അഴിഞ്ഞാട്ടത്തിൽ ഏർപ്പെട്ടത് എന്ന് വളരെ വ്യക്തമാകുകയാണ്. പക്ഷേ ഇനി ഒരു കുഞ്ഞു പോലും സഹായിക്കാനില്ലാതെ യഥാർത്ഥ നിയമത്തിൻ്റെ കൈകളിലേക്ക് വീഴുമെന്ന ഒരു തോന്നൽ ഈ ക്രിമിനലുകൾക്ക് തന്നെ ലഭിച്ചു കഴിഞ്ഞു. VD സതീശൻ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന അതേ ദിവസം തന്നെ കോടതിയിൽ കോൺഗ്രസും യുദ്ധം ആരംഭിച്ചതോടെ കളി മാറി. ഇനി ഷുഹൈബ് വധക്കേസിലെ പ്രതികൾ തൽക്കാലമൊന്നും വെളിച്ചം കാണാൻ പോകുന്നില്ല എന്നുള്ളതാണ് ജാമ്യം റദ്ദാക്കിക്കൊണ്ട് ഇന്ന് പുറത്തു വന്ന കോടതി ഉത്തരവിൽ നിന്നും വ്യക്തമാകുന്നത്.